الله والصلاة والسلام على من لا نبي بعد. മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സ്വഹാബികൾ ചിലർ വളരെയധികം ദുഃഖിക്കുകയുണ്ടായി. കാരണം വഹി നിന്നു, എന്താവും കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വളരെയധികം ചിന്തയിലായിരുന്നു. അങ്ങനെ ആ ചില സ്വഹാബികൾക്ക് മറ്റു പല ആലോചനകളിലും മുഴുകിയിരിക്കുന്ന ഒരു വസ്വസ് ഉണ്ടാകുന്ന അവസ്ഥയിലായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മിൻഹും, ഞാൻ അതിൽപ്പെട്ട ആളായിരുന്നു. വിശ്വാസം വഫാത്തായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഒരു കെട്ടിടത്തിന്റെ മറ്റോ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ചിന്തിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ അടുക്കലൂടെ കടന്നു പോവുകയും എന്നോട് സലാം പറയുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല, ഉമർ റളിയല്ലാഹു കടന്നുപോയത് അറിഞ്ഞില്ല, ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ ഉസ്മാനോട് ഞാൻ സലാം പറഞ്ഞു, വീട്ടിയില്ല എന്ന് പരാതിപ്പെട്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളോട് ഉമർ സലാം പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിയില്ലാന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാ ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സലാം കേട്ടിട്ട് ഞാൻ വീട്ടാതിരുന്നിട്ടില്ല പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എൻ്റെ അടുത്തൂടെ പോയതോ സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ ഉസ്മാൻ, ഉസ്മാൻ പറഞ്ഞത് സത്യമാണ്. അപ്പൊ എന്താണ് നിങ്ങളെ ഇത് അറിയാതിരിക്കാൻ മാത്രം നിങ്ങൾ എന്തോ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നല്ലോ, എന്താണത് ചോദിച്ചു. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം തവഫ അല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ നസ്അലഹു അൻ നജാതി ഹാദിൽ അംർ. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ പിടിച്ചു, നബി വഫാത്തായി. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, എന്താണ് രക്ഷാമാർഗം, എന്താണ് രക്ഷപ്പെടാനുള്ള, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാനും ദുനിയാവിന്റെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ വഫാത്തായി എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് സഅൽതു അൻ ദാലിക്, പക്ഷെ ഞാനത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാണ് അതിന് ഏറ്റവും അവകാശിയായിട്ടുള്ളത്, എല്ലാ കാര്യത്തിലും മുൻകടക്കുന്നത് പോലെ നിങ്ങളാണ് അതിന് അർഹൻ, അപ്പൊ എന്താണ് കാര്യം ചോദിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് മാ നജാതു ഹാദൽ അംർ, ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലെ എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖബില മിന്നി അൽ കലിമത അല്ലതി അറദ്തു അലാ അമ്മി ഫറദ്ദഹ അലൈഹി ഫഹിയ ലഹു നജാതുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖബില മിന്നി അൽ കലിമത്ത്, എന്നിൽ നിന്ന് ആരാണോ ഈ കലിമത്ത് സ്വീകരിക്കുന്നത്, ഏതാണ് ആ കലിമത്ത്, അല്ലതി അറദ്തു അലാ അമ്മി, എൻ്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ അടുക്കൽ ഞാൻ അവതരിപ്പിച്ച, ഞാൻ പറഞ്ഞ ആ കലിമത്ത് ആരാണോ അംഗീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്, ഫറദ്ദഹ അലൈ, അതെന്നോട് മടക്കുന്നത്, അഥവാ അതിനനുസരിച്ച് അതിനെ കൊണ്ട് നടക്കുന്നത്, ഫഹിയ ലഹു നജാതുൻ, അത് അവന് രക്ഷയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ താലിബിനോട് പറഞ്ഞ കലിമത്ത് എന്താണ്, യാ അമ്മി യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് അത് സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദുനിയാവിലും പരലോകത്തും നമുക്ക് രക്ഷയായിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. ദുനിയാവിലെ ഏതൊരു ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യത്തിൽ രക്ഷക്കായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ കലിമത്തിനെ സ്വീകരിക്കലും അത് മുറപ്രകാരം ജീവിതത്തിൽ കൊണ്ടു നടക്കലുമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.